അപ്പൊ റാഫി ടൗണിലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം അല്ലേ? സ്റ്റാർട്ട് ആവുന്നു. ഇതൊക്കെ ഈ ആക്രി കടയിൽ നിന്നൊക്കെ എടുക്കുന്നതാണോ? കാണുമ്പോ എടുത്തു വരുന്നു. അടിപൊളി. അതായത് ഇത്രയും വർഷം പഴക്കമുണ്ടെങ്കിലും പവർഫുൾ ആണ്. പണി നടക്കുന്ന വീട്ടിലൊക്കെ ഇതേപോലെ അടുത്തൊരു വണ്ടിയാവുള്ള സാധനം ഇട്ടാ അല്ലേ? ഇതേമാതിരി വണ്ടിയാവുള്ളതാണ്. അതിന്റെ ബാക്കി സാധനം ഇവിടെ കിടക്കുന്നുണ്ട്. അതാ ഇതൊക്കെ തന്നെ വെച്ചിട്ട് വേണം നമുക്ക് പോവാൻ. ഇതേതാ വണ്ടി? അത് ആലുൻ പുഷ്പക് എന്ന് പറയും. അത് കുറച്ച് റെയർ ആയിട്ടുള്ള മോഡലാണ്. സുഹൃത്തുക്കൾ, നമ്മളിന്ന് 60-70 കാലഘട്ടത്തിലേക്ക് അങ്ങോട്ട് തിരിച്ചു പോവാണ്. അതായത് നമ്മൾ 1960-ലും 70-ലും ഒക്കെ ഉപയോഗിച്ചിരുന്ന വണ്ടികൾ, നമ്മുടെ കഴിഞ്ഞ തലമുറകൾ ഉപയോഗിച്ചിരുന്ന വണ്ടികളാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പൊ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് കേൾക്കണമെങ്കിൽ ഇതൊന്ന് ഓഫ് ചെയ്യണോ? ഓഫ് ചെയ്തു. നമസ്കാരം. നമസ്കാരം. പേരെന്ന് പറഞ്ഞു കൊടുക്കാം. റാഫി. റാഫിയുടെ വീട്ടിൽ ഞാൻ ഇപ്പോൾ പോയിട്ട് ഇങ്ങോട്ട് വരികയാണ്. റാഫിയുടെ വീടിൻ്റെ ആ ഒരു വീട്ടിലേക്കുള്ള ആ ഒരു വഴിയാണ് നമ്മൾ ഈ കാണുന്നത്, ഒരു ഇടവഴി. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴേ ഞാൻ ആ വരുന്ന വഴിയൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. നമ്മൾ പഴയ സിനിമകളിലൊക്കെയാണ് ഇങ്ങനെയുള്ള ആ ഒരു എന്താ പറയുക, ചെങ്കൽ കെട്ടിയിട്ട് 2 സൈഡിൽ കെട്ടിയിട്ട് ഉള്ള ആ ഒരു മതിലുകൾ കണ്ടേക്കണത്. നല്ല ഭംഗിയാണ്. അതായത് പഴയ കാലത്തെ ആ ഒരു ഓർമ്മകൾ ഇവിടെ വന്നപ്പോൾ കിട്ടി. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ പറയാൻ വയ്യ, ഒരുപാട് വണ്ടികൾ, പഴയ തലമുറകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്ന ആ വണ്ടികളുടെ ഒരു ശേഖരം. ഇതെന്ത് കാണിച്ചു കിട്ടിയത്? വീടിൻ്റെ ഉള്ളിലൊന്ന് പോയി കണ്ടു. വീടിൻ്റെ ഉള്ളിൽ പോയി നോക്കി നോക്കുമ്പോൾ അവിടെയും കുറേ പാർട്സുകൾ. അതൊക്കെ ഈ വണ്ടിയേക്കാളാണോ? എത്ര വണ്ടി ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ വല്ല കണക്കുണ്ടോ? ഒരു 10-12 വണ്ടി, 13 വണ്ടി. അതായത് പണ്ടത്തെ, അതായത് പഴയ കാലത്തെ വണ്ടികൾ. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും വീട് മുറ്റം നിറയെ വണ്ടികൾ. വീടോ ആ പഴമ നിലനിർത്തിയിട്ട് ആ ഓടിട്ട വീട്ടിന്റെ മുറ്റത്ത് ഈ വണ്ടികളൊക്കെ കിടക്കുന്നത് കാണുമ്പോഴല്ലോ പണ്ടത്തെ കല്യാണോ അതിനൊക്കെ വന്ന ആളുകൾ വണ്ടി കൂട്ടിയിട്ട മാതിരിയാണ്. അപ്പൊ റാഫിക്ക് പറയാൻ സമയം കൊടുത്തിട്ടില്ല. റാഫി, ഇത് നമ്മൾ തന്നെ പെയിന്റ് അടിച്ച് നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. എഞ്ചിനൊക്കെ ഇപ്പോൾ 1 വർഷം മുന്നേ എഞ്ചിൻ ചെയ്താണ്. അപ്പൊ അതാ ഒരു വണ്ടി വരുന്നുണ്ട്. ഈ വണ്ടി ഒന്ന് അങ്ങോട്ട് മാറ്റി കൊടുക്കണമെങ്കിൽ നമ്മള് പോയിക്കോളൂ. പോവോ? പൂലേ? ഓക്കെ ഓക്കെ ഓക്കെ, പൂലോ. ഓക്കെ, അതാണ് നാട്ടുമ്പുറത്തെ ആ ഒരു സഹകരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റാഫി ശരിക്കും രാജദൂത് ഏതൊക്കെ വണ്ടികളെ ഇവിടെ എടുക്കുന്നു പറഞ്ഞു കൊടുത്തത്? രാജദൂത് ഉണ്ട്, ഈ ലാംബർട്ട, പിന്നെ വേറൊരു ലാംബർട്ട ഓട്ടോ ഉണ്ട്. ഇത് എത്ര മോഡൽ എന്ന് പറഞ്ഞത്ര? ഇത് 71 മോഡലാണ്. ഇത് ഏത് വർഷത്തിൽ ഇറങ്ങിയത്? ഇത് 60കളിൽ. ഇത് ലാംബർട്ട അല്ലേ? അപ്പൊ ലാംബർട്ട ഓട്ടോ ഉണ്ട്, അതുപോലെ തന്നെ സ്കൂട്ടർ ഉണ്ട്. ആദ്യം ഇറങ്ങിയത് സ്കൂട്ടർ, പിന്നെ ഓട്ടോ. ഇത് ഒരേ കളറിലേക്ക് വരുന്നത് ചിന്തിക്കാൻ. ആക്ച്വലി അത് എൻ്റെ ഫ്രണ്ടിന്റെ വണ്ടിയാണ്. അവന് ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്, ഷൗക്കത്ത് എന്ന് പറയും. ഈ വണ്ടി പെയിന്റ് അടിച്ചതിന്റെ ശേഷം അവനക്ക് നല്ല ആഗ്രഹം ഇതേ കളർ എനിക്ക് ഇതേമാതിരി ഒന്ന് ചെയ്തു തരണം. അപ്പോൾ ഓട്ടോ എല്ലാം ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളിതാ 80 കാലഘട്ടത്തിലെ ആ ഒരു ഓട്ടോ നമ്മളിങ്ങനെ കാണാൻ വേണ്ടി പോവാണ്. അന്നത്തെ ഓട്ടോ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടേക്ക് ഞാൻ 6 അടിയാണ്. അതനുസരിച്ച് തന്നെ അവിടേക്ക് ഒരു 5.5-5.25 അടിയൊക്കെ ഹൈറ്റ് ഉണ്ട്. അതുപോലെ തലടുപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാ, തലടുപ്പിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് പലരും കണ്ടിട്ടുണ്ടാവും, പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മൾ കിക്കറ് ഒരടി അല്ലേ ഓണാക്കണം. ചാവി ഓണാക്കണം. ഓക്കെ, ചാവിയൊക്കെ ഉണ്ട്. ഒരടി അടിക്കുന്നു, സ്റ്റാർട്ട് ആവുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഗിയർ ഒന്ന് കാണിച്ചു കൊടുക്കാം. ബാക്കിൽ വണ്ടി ഉണ്ടാ പോകൂല. ഓക്കെ, ഇതാ ഇതേമാതിരി കേട്ടാ നമ്മളിതങ്ങനെ ഒടിക്കൽ ഇങ്ങനെയാണ്. അടിപൊളി. ഇതേമാതിരിയാണ് ഇതാ കയറി പോടും. ഓക്കെ, നമ്മളിതാ വണ്ടി ഓഫ് ചെയ്തു. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ എൻജിനൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. അതായത് നമ്മൾ ഇരിക്കുന്ന ആ ഒരു സീറ്റിൻ്റെ മുകളിൽ തന്നെയാണ് അതിൻ്റെ എൻജിൻ അല്ലേ? അതൊന്ന് കാണിച്ചു കൊടുക്കാം. നമുക്ക് എൻജിനൊന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഇതാ ഇതേമാതിരി. ഇതെന്താണ് ഇവിടെ ഒരു ഇത്? അത് റിവേഴ്സ് ഗിയർ. റിവേഴ്സ് ഗിയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന് റിവേഴ്സ് ഗിയർ ഫ്ലോപ്പ് ആണ്. അപ്പോൾ ഇത് വേറൊരു സിസ്റ്റത്തില് നമ്മൾ ചെയ്തതാണ്, മെക്കാനിക് ചെയ്തതാണ്. ആണല്ലേ? അതുപോലെ തന്നെ ഇതിന്റെ ഇതൊക്കെ എപ്പോഴും വർക്കിംഗ് ആണ് കേട്ടോ. ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഇതൊക്കെ എപ്പോഴും വർക്കിംഗ് ആണ്. അതായത് ആദ്യം ചാവി കൊടുക്കേണ്ടതുണ്ട്. അതായത് മീറ്റർ അല്ല, ഒരാൾ കയറി കഴിഞ്ഞാൽ ആദ്യം ചാവി കൊടുക്കുന്നു, എന്നിട്ട് നമ്മൾ ഓക്കെ 10 രൂപ
സ്റ്റാർട്ടിങ് 10 രൂപ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ശരിക്കും നമ്മള് ലാംബോർട്ടിന്റെ പല ഓട്ടോയും കണ്ടിട്ടുണ്ട്. അതിന്റെയൊക്കെ ബാക്ക് വ്യത്യാസം, അതായത് ഇപ്പൊ ഇതിനൊരു പ്രത്യേക ഷേപ്പ് കാണുന്നുണ്ട്. വേറൊരു ലാംബോർട്ട കാണുമ്പോൾ ചിലപ്പോൾ ഇതേ ഷേപ്പ് ആയിരിക്കില്ല, ഇത് നമ്മൾ തന്നെ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പല മോഡലിൽ വരുന്നതാണ്. ഇത് ചേസ് മാത്രമാണ് കമ്പനി ഇറക്കിയിട്ടുള്ളൂ. ഇതൊക്കെ ബോഡി അടിച്ചുണ്ടാക്കുന്നത്, അതൊക്കെ ഓരോരുത്തർ നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് പല ഷേപ്പിൽ വരുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. അതായത് ഇത് തലശ്ശേരി ബോഡിയാണ്. പിന്നെ തൃശ്ശൂരുണ്ട്, എറണാകുളം പഴശ്ശി ബോഡി, അങ്ങനെ കുറെ. ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഈ വണ്ടി ഭ്രാന്തന്മാരെന്ന് പറയാം, നമ്മളെ കയ്യിൽ വിടും. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ അത് ഏത് നാട്ടിലെ വണ്ടിയാണെന്ന് നമുക്ക് കണ്ടറിയാം, ബാക്ക് കണ്ടറിയാം എന്നുള്ളതാണ്. പഴയ നമ്പർ, ഇപ്പൊ ഇത് കണ്ണൂര് നമ്പറാണ് ആണല്ലേ? ഇതൊക്കെ അതേമാതിരി തന്നെ നമുക്കിങ്ങനെ മഴയ്ക്ക് വരുന്ന സമയത്ത് ഇടാം അല്ലേ? അടിപൊളി. വെറുതെ പണ്ടത്തെ ആളുകളൊക്കെ ഈ വണ്ടി ഉപയോഗിച്ചാൽ ഇത് മാറ്റാത്തിട്ടാ. ഇത് ഓടിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. അടിപൊളി. അതായത് ഇത്രയും വർഷം പഴക്കമുണ്ടെങ്കിലും പവർഫുൾ ആണ്. ഇങ്ങനെ ഒരു പഴയ വണ്ടിയിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത വരാൻ ഞാൻ ചെറുപ്പം തൊട്ട് എന്റെ വീട്ടില് പഴയ വണ്ടികളുണ്ട്. ഏളാപ്പാക്ക് കുറെ വണ്ടികളുണ്ടായിരുന്നു. എന്റെ ചെറിയ ഏളാപ്പയാണത്. ആണല്ലേ? ഞാൻ ഖത്തറിലെ വർക്ക് ചെയ്യുന്നത്. ലീവിന് വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 4 months 6 months ഒക്കെ ഇവിടെ ഉണ്ടാവും. ആ ടൈമിൽ ഓരോന്നിങ്ങനെ. ഇതിന് എല്ലാ വണ്ടികളും ചെയ്യുന്ന പോലെയല്ല, നല്ല സമയമാണ്. അപ്പൊ നമ്മളിതാ വന്ന വഴിയിൽ വണ്ടിയിട്ട് നേരെതാ നമ്മള് വീട്ടിൽ കയറിയിട്ടുണ്ട് അല്ല? ഇതാണ് നമ്മുടെ വീട്. ഓക്കെ. വീടിന്റെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസ്ഥികൂടങ്ങൾ പോലെ കുറേ വണ്ടികളുടെ പാർട്സുകൾ എടുക്കുന്നത്. ഇതൊക്കെ ഇനി വണ്ടിയാവളാണോ? അതായത് ഈ കെടുക്കുന്ന വണ്ടികളെ പോലെ ഇനി ആവാളാണ് അല്ലേ? പൊക്കി നോക്കി ആയിട്ട് ഇത് എന്ത് വെയിറ്റ് എന്നറിയോ അല്ലേ? പണ്ടത്തെ വണ്ടി. ഇത് ഏതാ വണ്ടി? ഇത് രാജ്ദൂതിന്റെ GTS 175 ബോബി എന്ന് പറഞ്ഞുണ്ട്. ആണോ? അതാ ഈ കാണുന്നു ടാങ്കൊക്കെ കാണാം. ടാങ്കൊക്കെ ഞാൻ പൊക്കി നോക്കിയപ്പോ കയ്യിൽ കൂടെ പോയിട്ടുണ്ടോ? ഇതൊക്കെ ഇനി വണ്ടിയാക്കി മാറ്റാനുള്ളതാണ്. അപ്പൊ നമ്മളിതാ ഇവിടെ ഒരു വണ്ടിയാണ്. ഇതൊക്കെ സ്റ്റാർട്ട് ആവുമോ? ഇതൊക്കെ സ്റ്റാർട്ട് ആവും. അതിന്റെ ശബ്ദം കേൾക്കുന്നത് ഏത്? രാജദൂത. ഇത് കണ്ട പറയില്ലാട്ട് സ്റ്റാർട്ട് ആവുന്നത്. ഇത് എത്ര മോഡലായിരിക്കും? ഇത് 84 ആണ്. ഓ 84 മോഡൽ. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവും വിചാരിക്കില്ല. അത് സ്റ്റാർട്ടായി. അടിപൊളി. ഓക്കെ. ഓഫ് ചെയ്യാം നമുക്ക്. ഇതൊക്കെ ശരിക്കേ ഇതൊക്കെ ഇവിടുന്ന് കൊണ്ടുവരുന്നത് 10 വർഷമായിട്ട് എന്റെ കയ്യിലുള്ള വണ്ടി. ഈ വണ്ടി 10 വർഷത്തിന് മുകളിലുണ്ടോ ഈ വണ്ടി? ഓ ഇടക്കിടക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കലാണ് അല്ലേ? ഒരു 7 വർഷം നിർത്തിയിട്ടിട്ട് ഞാനൊരു ഈ 1 മാസം മുന്നേ സ്റ്റാർട്ട് ചെയ്ത് 7 വർഷം പോയിന്റ് ഒന്ന് ക്ലീൻ ചെയ്യണം, ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. ഓ പണി കഴിച്ചിട്ട് പുറത്തിറക്കി കഴിഞ്ഞാൽ ഈ രൂപത്തിലേക്കുള്ള വണ്ടി ആവില്ല. ഇതൊക്കെ അതേമാതിരി പണിയിപ്പിച്ചിട്ടുള്ളതാണ് അല്ലേ? ഇപ്പൊ നമ്മൾ ഓട്ടോ കണ്ടിരുന്നു. അതായത് നമ്മുടെ ഇപ്പൊ നമ്മൾ വന്ന ആ ഒരു ഓട്ടോ. അപ്പൊ ഞാൻ വന്ന് കയറിയപ്പോ പറയായിരുന്നു ഇതാ ഈ രൂപത്തിലേക്കായിരുന്നു. ആണോ? പിന്നെ ഒക്കെ നമ്മൾ A to Z നമ്മൾ തന്നെ ചെയ്തതാണ്. നമ്മളിതൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ട്. അത് വർക്ക്ഷോപ്പിലൊക്കെ പഠിക്കാൻ പോയിട്ടാണ് ചെയ്യുന്നത്. പോയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ അഴിച്ച് ഇതേമാതിരി ആക്കണം? ഞാൻ വീട്ടിൽ മുറ്റത്തൊന്ന് വന്നു നോക്കിയിരുന്നു. മുറ്റത്ത് ഇതാ ഓരോ പാർട്സുകളും ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടേക്ക് ഇതൊക്കെ ഇതേമാതിരി തന്നെ ഓരോ വണ്ടി അഴിക്കുന്നു, ഒരു വണ്ടിയാക്കി മാറ്റുന്നു അല്ലേ? ബോബിന്റെ എഞ്ചിനാണ്. ആണല്ലേ? ഇത് ഇനി അതായത് നമ്മൾ അവിടെ കിടക്കുന്ന ആ തെങ്ങിന്റെ ചോട്ടിൽ എടുക്കുന്ന മാതിരത്തെ വണ്ടിയാണ് ഇപ്പൊ ഈ കിടക്കുന്നത്. ഇനിയിപ്പോ ഇതിന് അടുത്ത് ഇതേമാതിരി തന്നെ ഒരു വണ്ടിക്കും കൂടി ജീവൻ കൊടുക്കുകയാണ് അല്ലേ? അതുപോലെ തന്നെ ഇവിടെ കുറെ വണ്ടികൾ കാണാം. ഇതേതാ മോഡല്? അത് കൈനറ്റിക്. ഓ ഇതൊക്കെ പണ്ട് കാലത്ത് നമ്മൾ കണ്ടു. ഇത് എത്ര മോഡല്? അത് 95. ഇതോ? ഇത് RX 86. RX ഫസ്റ്റ് ഇറങ്ങിയ മോഡൽ, ഫസ്റ്റ് ഇറങ്ങിയ ജപ്പാനാണ്. അതിന്റെ ശേഷം വന്നതൊക്കെ ഇന്ത്യൻ ഇതാണ്, നിർമ്മിതമാണ്. ഇപ്പോഴും ആളുകള് അല്ലെങ്കിൽ പിള്ളേരൊക്കെ എടുത്ത് പടച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി അത് അല്ലേ? അതുപോലെ ഇവിടെ ഒരു വണ്ടി. ഇത് എത്ര മോഡല്? ഇത് എൽഎംഎൽ വെസ്പ. ഓ എത്ര മോഡൽ വരുന്നത്? മോഡല് എൽഎംഎൽ വെസ്പ NV 80 സംതിങ് ആണ്, 80കളിലുള്ള വരുന്നത്. ഓ പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോ ഷോറൂമിൽ നിന്ന് ഇറക്കി അല്ലേ? ബാക്കിൽ ഇപ്പൊ ഉപ്പാണല്ലേ? ഇത് എത്ര മോഡൽ? ഇത് രാജ്ദൂത് 71. രാജ്ദൂതിന്റെ ചെക്കോപ്പ് എന്ന് പറഞ്ഞ മോഡല്. 71 മോഡൽ. നമ്മൾ ജനിച്ചിട്ടില്ല. രാജ്ദൂത് ഫസ്റ്റ് ഇന്ത്യയില് പോളണ്ടിൽ നിന്നാണ് വന്നത്. ആണല്ലേ? ഈ SHL എന്ന് പറഞ്ഞ മോഡല് അതിന് ശേഷം വന്ന മോഡൽ. 71 മോഡലാണ്. 71. ഇതോ? അത് റോഡ് കിങ് SD. ഇത് സ്റ്റാർട്ടിങ് ആണ്. സ്റ്റാർട്ട് ആവാത്ത വണ്ടി ഇല്ലാന്ന് പറയാം. ആ രൂപത്തിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ വണ്ടിയുടെ ആ ഒരു ബാക്ക് വശം പറഞ്ഞിരുന്നു. നമ്മൾ നേരത്തെ വന്ന വണ്ടിയുടെ അതിന്റെ ഇതിന്റെ ചെറിയ വ്യത്യാസങ്ങൾ കാണാം അല്ലേ? ഇത് വേറെ സ്ഥലത്താണ്. കണ്ണൂർ ബോഡിയാണ്. ഈ ജോയിന്റിൽ ഫുൾ ഗ്ലാസ് ആണ് വരിക. അത് പൊട്ടിയപ്പോ അത് കിട്ടാനില്ലായിട്ട് ചെറുത് ചെയ്തു. ഓ ഈ സൈഡിലൊക്കെ നോക്കിയാൽ ഈ സൈഡിലൊക്കെ ഗ്ലാസ് കാണാം. അപ്പോ ഇപ്പൊ നമ്മൾ ഈ വണ്ടിയുടെ ഉള്ളിൽ നോക്കിയേ, ഇതിനാണ് ഇനി അടുത്ത ആ ഒരു ജീവൻ കൊടുത്ത് അല്ലെങ്കിൽ ജന്മം കൊടുത്ത് പുറത്തേക്ക് ഇറക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് അല്ലേ? അത് തന്നെയാണ് പണി നടക്കുന്ന വീട്ടിലൊക്കെ. ഇതേപോലെ അടുത്തൊരു വണ്ടിയാവുള്ള സാധനം കേട്ടോ അല്ലേ? ഇതേമാതിരി വണ്ടിയാവുള്ളതാണ്. ഇതിനാണ് അതിന്റെ ബാക്കി സാധനം ഇവിടെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് വേണം നമുക്ക്
പോവാന് ഫുൾ വർക്കിന് വേണ്ടി അയച്ചിട്ടതാ. അതല്ലേ ഒരു 14-15 വർഷമായിട്ട് കയ്യിലുള്ള വണ്ടിയാണ്. 15 വർഷമായിട്ട് കയ്യിലുള്ള വണ്ടിയാണ് ഈ കാണുന്നത്. 3 ടെസ്റ്റ് 2-3 ടെസ്റ്റ് ഞാൻ എടുത്തു പോ വണ്ടി ആണല്ലേ. ഇനിയിപ്പോ അടുത്ത ടെസ്റ്റ് ഇനിയിപ്പോ നമ്മുടെ സമയം അനുസരിച്ച് നിങ്ങളുടെ സമയം അനുസരിച്ച് ഇതേമാതിരി തന്നെ പണിത് ഇപ്പൊ നമ്മള് ഓടിച്ച ആ ഒരു വണ്ടി പോലെ ഇതാക്കും. അപ്പൊ തീർന്നിട്ടില്ല. നേരെ നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങോട്ട് നോക്കിയേ, അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് നോക്കുകയാണെങ്കിൽ അവിടെയും കാണാം കുറെ വണ്ടികള്. ഇതേത് വണ്ടിയാണ് ഇത്? കാണാത്ത രൂപത്തിലൊരു സാധനം. പ്രിയ. ഓ ഇവിടെ ഇതിന്റെ ആ ഒരു ബോഡി ഷേപ്പ് ഒക്കെ നല്ല ഭംഗി. ഇതൊക്കെ ഇവിടുന്ന് എടുത്തുകൊണ്ട് വരുന്നതാണ് ശരിക്കും. ആരെങ്കിലൊക്കെ 15 വർഷമായിട്ട് എന്റെ കയ്യിലുള്ള വണ്ടികൾ. 15 വർഷമായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നതാണ്. അത് രാജ്ദൂതിന്റെ സ്പെഷ്യൽ 125 ആണ്. ഞാൻ ആ ഒരു കണ്ടീഷനിൽ എടുത്തതാണ്. ഏകദേശം പെയിന്റിംഗ് ഒക്കെ ഈ കാണുന്നത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പൊ 15 വർഷമായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നു എന്ന് പറഞ്ഞു. കയ്യിലുണ്ട്. ഇത് ആരെങ്കിലൊക്കെ ഇത് പഴയത് എനിക്ക് തരുമോ ചോദിച്ചാലും കൊടുക്കില്ല. ഇല്ല അല്ലേ? അതാണ് ഈ പറയുന്ന ആ ഒരു വണ്ടിയോടുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത്. കാരണം 15 വർഷമായിട്ട് ഇത് ബാക്കിയുള്ളവർക്കൊക്കെ ഇട്ട് തട്ടുന്ന മാതിരി തോന്നും. അല്ലെങ്കിൽ പെട്ടെന്ന് കയറുമ്പോൾ ഈ ആക്രി സാധനങ്ങളൊക്കെ ചെക്കത വീടിന്റെ ഉള്ളിൽ കെട്ടിച്ചിട്ട് ഇതൊക്കെ രൂപത്തിൽ പറയാറുണ്ടോ? പറയാറുണ്ട്. അവരോട് എന്താ പറയല്? പ്രത്യേകിച്ച് പറയുന്നില്ല, അവർക്ക് ഇത് റീസ്റ്റോർ ഒക്കെ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കും. ഇതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചാൽ ചിന്തിച്ചിരുന്നത്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയുമ്പോൾ അവർക്ക് ഒന്നും പറയാൻ വാക്കുകളുണ്ടാവില്ല അല്ലേ? ഇതേതാ വണ്ടി? അത് ആലുൻ പുഷ്പക് എന്ന് പറയും. അത് കുറച്ച് റെയർ ആയിട്ടുള്ള മോഡലാണ്. ആണോ? നമുക്കൊന്ന് കണ്ടോക്കാലോ. അമ്പോ ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാണുമ്പോൾ ചെറിയൊരു വണ്ടി, പക്ഷെ നല്ല വെയിറ്റ് കേട്ടോ. ഇത് എത്ര മോഡല്? ഇത് 80 മോഡൽ. 80 മോഡല്. സിംഗിൾ RC ഓണർ ആണ്. ഇതിന്റെ ഫസ്റ്റ് ഓണർ ഒരു RK നായർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. അയാൾ മിലിറ്ററി ആണ്. ആളിപ്പോ ജീവിച്ചിരിക്കണില്ല. ഞാൻ എടുക്കുന്ന ടൈമിൽ തന്നെ ആള് മരിച്ചിട്ടുണ്ട്. ഇത് എത്ര വർഷമായിട്ടുണ്ട് നമ്മുടെ കയ്യില്? എന്റെ കയ്യിൽ ഇപ്പൊ ഒരു ഇതുപോലെ 15 വർഷമായിട്ട് ഈ വണ്ടി നമ്മൾ ഇത് ഇങ്ങനെ ആയിരുന്നില്ല. ഞാൻ ചെറിയൊരു പെയിന്റ് ഒക്കെ അടിച്ചിട്ട് തുരുമ്പ് വരാതിരിക്കാൻ വേണ്ടി. ഇതിന്റെ പാർട്സ് ഒക്കെ കിട്ടുമോ? പാർട്സ് ഒക്കെ കിട്ടും. അതായത് ഇതൊക്കെ നമ്മള് ഓൾ ഇന്ത്യ തലത്തുനിന്ന് നമുക്ക് തപ്പിയെടുക്കണം അല്ലെ? അതിന് ക്ഷമ വേണമെന്നുള്ളതാണ്. ക്ഷമ വേണം. നല്ലൊരു എമൗണ്ട് ഇപ്പൊ വരുന്നുണ്ട് സ്പെയർ പാർട്സിനൊക്കെ. പിന്നെ കിട്ടാത്ത സ്പെയർ പാർട്സ് ഒക്കെ ബോഡി സ്പെയർ ഒക്കെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യില്ലേ. പിന്നെ ഇവിടെ കുറച്ച് എഞ്ചിന്റെ സ്പെയർ ഉണ്ട്. ഇതൊക്കെ നമ്മൾ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ ഒക്കെ കാണട്ടെ, ഇവിടെ ഒക്കെ അതുപോലെ തന്നെ പാർട്സുകൾ കാണാം. ഇത് അവിടെ നിന്ന് വന്നു. അത് ഈ വിജയ് സൂപ്പറിന്റെ ഒക്കെ എഞ്ചിൻ സ്പെയർ ആണ്. ഇത് വിജയ് സൂപ്പറിന്റെ എഞ്ചിൻ പഴയ വണ്ടികളുടെ സ്പെയർ പാർട്സ് ആണ്. സ്പെയർ പാർട്സ് രാജ്ദൂതിന്റെ ചേതക്കിന്റെ ഇതിലൊക്കെ സ്പെയർ പാർട്സ് ആണ്. ഇതൊക്കെ ചില സ്ഥലത്ത് പോയാല് നമുക്ക് ഓരോ സ്പെയർ പാർട്സ് കിട്ടും. അപ്പൊ അത് വാങ്ങിയിട്ട് കളക്ട് ചെയ്ത് വെക്കണം. ഇതൊക്കെ ഈ ആക്രി കടയിൽ നിന്നൊക്കെ എടുക്കണോ? ആക്രിന്നൊക്കെ കാണുമ്പോ എടുത്തു വരുന്നു. അപ്പൊ ടൗണിലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം അല്ലേ? ഇതായിട്ട് ടൗണിലൊക്കെ പോകാറുണ്ടോ? ഞാനിപ്പോ വയനാട് പോയി വന്നാണ്. ആളുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഇഷ്ടം പോലെ. ഈ ഓട്ടോയിൽ പോകുമ്പോഴോ? ഇഷ്ടം പോലെ ആൾക്കാർ ഓട്ടോയിൽ പോകുമ്പോ ഒന്നും കൂടി റോഡ് പ്രസൻസ് ഉണ്ട്. അതല്ലേ? അപ്പൊ റാഫി ആ വണ്ടി ആൾക്കാർ വന്ന് സെൽഫി ഒക്കെ എടുക്കലുണ്ട്. ഇത് 2 വണ്ടി ആണല്ലേ? ഓക്കെ. അപ്പൊ റാഫി ആ വണ്ടി ഓടിക്കുന്നു, ഞാൻ ഈ വണ്ടി ഓടിക്കുന്നു അല്ലേ? അപ്പൊ പോലെ ഓക്കെ. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ശബ്ദമൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പലരും കേറല് അല്ലേ? അതല്ലേ? അതാ ഇത് എക്സ്പീരിയൻസ് പോലെ ആയിരിക്കും. അപ്പൊ ഞാനിതാ ഇരിക്കുന്നു, ചാവി ഓൺ ചെയ്യണം. ഓക്കെ, അടിപൊളി ഇതാ ശബ്ദം. ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, എന്താണ് ഒരു ആഗ്രഹം? മാക്സിമം വണ്ടികൾ കൂട്ടിക്കൊണ്ടിരിക്കും, കൊടുക്കാൻ വലിയ താല്പര്യമില്ല. എന്തായാലും നമ്മുടെ റാഫിനെ മാക്സിമം എല്ലാവരെയും എത്തിക്കണം കേട്ടോ. കാരണം ഇതുപോലെയുള്ള ആ ഒരു വണ്ടികൾ കാത്തു സൂക്ഷിക്കുന്നത് അടുത്ത തലമുറക്കും നമുക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ പൂർവികരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്ന ഈ വണ്ടി കാണാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ മനസ്സുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ റാഫിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എല്ലാവരും കാണട്ടെ. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കൾ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ പറ്റി വീണ്ടും കാണാം.